بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحياها لمحيي الموتى إنه على كل شيء قدير إن الذين يلحدون في آياتنا لا يخفون علينا أفمن يلقى في النار خير أم من يأتي آمنا يوم القيامة اعملوا ما شئتم إنه بما تعملون بصير السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد
أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിരന്തരമായി തന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിന്റെ ഭാഗമായി ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ നാം പ്രകീർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന വചനങ്ങൾ, അതാണല്ലോ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം പല ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നവനാണ്. ആവശ്യം കഴിഞ്ഞവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു യഥാർത്ഥ വിശ്വാസി പാലിക്കേണ്ടുന്ന പ്രാർത്ഥന, അവൻ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥന ഏതാണ് എന്നതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യഖാലു ഹീനഇദിൻ ഹുദീത വകുഫീത വവുഖീത ഫയതനഹാ അൻഹു ശൈത്താൻ فيقول شيطان آخر كيف لك برجل قد هدي وكفي ووقي. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ 5095 നമ്പർ ഹദീസായും തുർമുദി അവിടുത്തെ സുനനിൽ 3426 നമ്പർ ഹദീസായും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങൾ ഈ കേട്ടത്. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസരത്തിൽ, വീട് വിട്ടിറങ്ങുന്ന ഘട്ടത്തിൽ, അത് എവിടേക്കായിരുന്നാലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം ഫഖാല, അവൻ ഇങ്ങനെ പറഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയപ്പെടും, ഹുദീത, നീ നേർമാർഗത്തിലാക്കപ്പെട്ടിരിക്കുന്നു, വകുഫീത, നീ മതിയായവനായിരിക്കുന്നു, വവുഖീത, നീ സർവ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നതാണ് അവനോട്. അങ്ങനെ ശൈത്താൻ അവനിൽ നിന്ന് മാറിപ്പോവുകയാണ് നിരാശയോടുകൂടി. അപ്പോൾ മറ്റൊരു ശൈത്താൻ അവനോട് പറയാണ്, കൈഫ ലക ബിറജുലിൻ, നിനക്ക് ഒരാളെ എങ്ങനെ പഴപ്പിക്കാൻ സാധിക്കും? ഖദ് ഹുദിയ, അയാൾക്ക് നേർവഴി ലഭിക്കപ്പെട്ടിരിക്കുന്നു, വകുഫിയ, അയാളുടെ കാര്യങ്ങൾക്കൊക്കെ മതിയാക്കപ്പെട്ടവനായിരിക്കുന്നു, വവുഖിയ, അയാൾ ആപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരാളെ നിനക്കെങ്ങനെ പഴപ്പിക്കാൻ സാധിക്കും എന്ന് ഒരു ശൈത്താൻ മറ്റൊരു ശൈത്താനോട് നിരാശയോടുകൂടി പറയുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ
മനുഷ്യന് ഒരു 100 കൂട്ടം അന്ധവിശ്വാസങ്ങൾ അവനെ പിടികൂടുന്ന കാലഘട്ടമാണ്. വീട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ, അവൻ നല്ല ഉറച്ച വിശ്വാസദാർഢ്യതയോടുകൂടിയാണ് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. മനക്കരുത്തോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു നമ്മൾ, ജോലിക്ക് വേണ്ടി. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതാ ആദ്യമായി നമ്മൾ പറയേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ ഇറങ്ങുന്നു എന്നർത്ഥം. തവക്കൽതു അലല്ലാഹ്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ മേൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ വരവേൽപ്പിച്ചിരിക്കുന്നു. കാരണം എല്ലാ കാര്യത്തിനും കഴിവും ശക്തിയുമുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. സർവ കഴിവും ശക്തിയും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത്. എവിടേക്കിറങ്ങുകയാണെങ്കിലും, ജോലിക്ക് പോവുകയാണെങ്കിലും, അതുപോലെ തന്നെ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിലും, മറ്റെന്താവശ്യാർത്ഥം പോവുകയാണെങ്കിലും, പള്ളിയിലേക്ക് ഫർദ് ജമാഅത്ത് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ഇതിന്റെ കൂടെ വേറൊരു സ്പെഷ്യൽ പ്രാർത്ഥന കൂടിയുണ്ട്. അത് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. ഏതവസരത്തിൽ നമ്മൾ തുടങ്ങുമ്പോ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വരവേൽപ്പിച്ചിരിക്കുന്നു. കാരണം ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അവനെ കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രഖ്യാപിപ്പിക്കുന്നു, തനിക്ക് എല്ലാ ഖൈറും ശറും വരുത്താൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എനിക്കെന്തെങ്കിലും ആപത്ത് ബാധിക്കാനുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാൻ, ആ ഉള്ള ഒരു വസ്തുവിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തുവാനുള്ള ഹൗല് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. വലാ ഖുവത, ഒരു പവറുമില്ല, ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അങ്ങനെ എല്ലാത്തിനും ശക്തിയും കഴിവും പവറും ശേഷിയുമുള്ള അല്ലാഹുവിന്റെ മേൽ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാനെല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞാനെല്ലാം ഏൽപ്പിച്ച അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ പുറത്തിറങ്ങുന്നു. എത്ര ആള് പറയാറുണ്ട്, അത് ഇറങ്ങിപ്പോകും, വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങിപ്പോവുക, റൂമിൽ നിന്നാണ്ട് ഇറങ്ങിപ്പോവുക എന്നല്ലാതെ ഇത് പറയുന്ന എത്ര പേരുണ്ട്? മനുഷ്യരപ്പോഴും അതൊന്നും പറയാനല്ല ചിന്ത. ഇറങ്ങണ നേരത്ത് വല്ല പൂച്ചയുണ്ടോ എന്നാണ് നോട്ടം. വേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദുആ പറയുന്നുണ്ടോ എന്നല്ല. ഇറങ്ങണ നേരത്ത് വല്ല പൂച്ചയുണ്ടോ? പൂച്ച ഉണ്ടെങ്കിൽ തന്നെ ഇതിന്റെ നിറം എന്താണ് അടുത്ത പരിശോധന? കറുപ്പാണോ എന്ന പ്രശ്നം. കരിമ്പൂച്ചയാണ്, അത് കുറുകെ ചാടിയോ എന്നാ അടുത്ത നോട്ടം. നീളത്തിലാ ചാടിയത്, വിലങ്ങനെയാണോ ചാടിയത് എന്നാ പിന്നത്തെ നോട്ടം. ഇറങ്ങണ നേരത്ത് വേറെ വല്ല ജന്തുക്കളുടെയും ശബ്ദം കേട്ടോന്നാണ് അടുത്ത ചിന്ത. അതല്ലെങ്കിൽ റോട്ടിലെത്തിയപ്പോ ആദ്യം കണ്ട കണി എന്താണെന്നാണ് ഇബ്ലീസ് വേറൊന്ന് തോന്നിപ്പിച്ചത്. കാലിക്കൊട്ടയുമായി ഒരാൾ പോകുന്നു, കാലിച്ചാക്കുമായി ഒരാൾ അയാളുടെ തൊഴിലിന് പോവുകയാണ്. കാലിക്കൊട്ടയുമായി ഒരാൾ പണിയെടുക്കാൻ പോകുന്ന ഒരു പാവം കർഷകൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി. അയാളെ കണ്ടപ്പോൾ ആ മനുഷ്യനെ മനസ്സുകൊണ്ട് ശപിച്ചുകൊണ്ടാണ് പലരും പോകുന്നത്. അതിരാവിലെ കണ്ടൊരു കണി കാലിക്കൊട്ടയാ കണ്ടത്, കാലിച്ചാക്കാ കണ്ടത്. ഇന്നത്തെ എന്റെ ദിവസം മുഴുവൻ കാലിയാണെന്നതിലേക്കുള്ള സൂചന ആരാ പറഞ്ഞത്? ഇബ്ലീസ് പഠിപ്പിച്ചു കൊടുത്തതാണ്. മനുഷ്യപിശാചും പഠിപ്പിച്ചു കൊടുത്തു, അത് ജിന്ന് പിശാചും പഠിപ്പിച്ചു കൊടുത്തു. ചില മനുഷ്യപിശാചുക്കളും അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവന്റെ മനസ്സിൽ അത് വന്നത്. അങ്ങനെ കണ്ട കണിയെക്കുറിച്ച്, ശകുനപ്പിഴയെക്കുറിച്ച് മാത്രമല്ല, ഒന്ന് മുന്നോട്ട് പോയാൽ പിന്നിൽ നിന്ന് വിളി വന്നാൽ അപകടം. പിന്നിൽ നിന്ന് വിളിച്ചൂടാ, പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ പിന്നിൽ നിന്ന് വിളി, ഓ അപശകുനം, പ്രശ്നമാണ്. പിന്നിൽ നിന്ന് വിളി വന്നു, തിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ അപകടം. ഗൗരവപ്പെട്ട പ്രശ്നം മറന്നു വെച്ചാൽ പോലും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പേടി. ഇറങ്ങിയില്ലേ, ഇറങ്ങിയിട്ട് മടങ്ങിക്കൂടാ, എന്തെന്നെ മറന്നു വെച്ചാലും വേണ്ടില്ല, പോയിക്കൂടാ. എന്തൊക്കെ ധാരണകൾ ആളുകളുടെ മനസ്സുകളിൽ. ആരാണ് ഇവന്റെ കാവൽ നൽകുന്നത്? ഏതെങ്കിലും ജന്തുക്കളാണോ? ഏതെങ്കിലും ജന്തുക്കളുടെ സഞ്ചാരങ്ങളാണോ? ഏതെങ്കിലും മനുഷ്യന്റെ നടത്തമാണോ? ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടതാണോ ഇവന്റെ ഖൈറും ശർറും തീരുമാനിക്കുന്നത്? അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തരത്തിലുള്ള അബദ്ധ വിശ്വാസങ്ങളിൽ പെടാതെ
അവൻ ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ പുറത്തേക്ക്. തവക്കൽതു അലല്ലാഹ്, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി, ഒരു ശക്തിയും ഒരു കഴിവും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അത് ഉറച്ചു വിശ്വസിപ്പിച്ചുകൊണ്ട്, അത് പ്രഖ്യാപിച്ചുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിം നിശ്ചയദാർഢ്യത്തോടുകൂടി, ഈമാനോടുകൂടി, തവക്കലോടുകൂടി അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഈ തവക്കൽതു അലല്ലാഹ് ഇങ്ങനെ പലപ്പോഴും ഉപയോഗിച്ചിട്ട് അതിനൊരു വാല്യൂ കുറഞ്ഞു പോയോ എന്ന് സംശയിക്കണം. എന്താണ് ആ പറയുന്നത് സുഹൃത്തുക്കളെ? തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യവും ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചു. ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർ അല്ലാഹുവിൽ ബരമേൽപ്പിക്കട്ടെ. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ള മനുഷ്യന്മാരെ അല്ലാഹുവിൽ ബരമേൽപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ മാത്രം, ഫതവക്കലൂ, നിങ്ങൾ ബരമേൽപ്പിക്കുവീൻ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. സൂറത്തുൽ മാഇദയിലെ 23-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. അതുപോലെ അല്ലാഹുവിൽ ഒരാൾ ബരമേൽപ്പിക്കുമ്പോ എന്താ അവന്റെ വിശ്വാസം? അല്ലാഹുവിനെ ഏൽപ്പിച്ചാ പിന്നെ അല്ല മതി, അല്ല മതി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ അവൻ അല്ല മതി, അവൻ അല്ല മതി. ആ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു ബോധം, ആ ഒരു ഉറച്ച ചിന്താഗതി ഈമാനുള്ള മനുഷ്യനെ സാധിക്കുകയുള്ളൂ. അല്ലാത്തവൻ പൂച്ചനെ കണ്ടാൽ ഞെട്ടിത്തിരിക്കും. അതുപോലെ തന്നെ കാലിക്കൊട്ട കണ്ടാൽ അവന് ബേജാറാണ്. കാരണം അവന്റെ ഈമാൻ ശരിയായിട്ടില്ല. അതുകൊണ്ട് ഈമാൻ ശരിപ്പെടുത്തുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും. അതാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ അത് അവന്റെ മനസ്സിലുണ്ടാകണം. എനിക്ക് എല്ലാം മതിയായവൻ അല്ലാഹുവാണ് എന്ന ദൃഢമായ വിശ്വാസം. അപ്പൊ ഇങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ അവനോട് പറയപ്പെടുകയായി, മലായിക്കത്തുകൾ വിളിച്ചു പറയുന്നുണ്ട്, അതല്ലെങ്കിൽ അല്ലാഹ് തന്നെയും അവനോട് ആശംസ പറയുന്നുണ്ട്. ഹുദീത വകുഫീത വറുഖീത, ഹുദീത, നീ നേർമാർഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു, നീ നേർവഴിയിലാക്കപ്പെട്ടിരിക്കുന്നു. ഹിദായത്ത് കിട്ടിയ മനുഷ്യനാണ്. ഈ ഹിദായത്ത് കിട്ടിയോനെ അത് പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. നീ ഹിദായത്തിലാണ്. അതുപോലെ തന്നെ വകുഫീത, നീ മതിയായവനായിരിക്കുന്നു, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ വിഷമങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പോന്നവൻ തന്നെയാണ്. വറുഖീത, എല്ലാവിധത്തിലുള്ള ശത്രുക്കളുടെ ശർറിൽ നിന്നും നിനക്ക് കാവൽ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ആശംസ, ഈ ഒരു വിളിച്ചു പറയൽ നമ്മളത് കേൾക്കുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി അങ്ങനെ പറയപ്പെടുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശൈത്താന് നിരാശയായി. ഇനി ശൈത്താനെ പഴപ്പിക്കുമ്പോ പറയാതെ ഇറങ്ങല ശൈത്താന്റെ ആവശ്യം. വിസ്മിയൊന്നും ചെല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു, നേരം കുറെ ആയല്ലോ, വണ്ടി വരാനായല്ലോ, അല്ലെങ്കിൽ അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, അത് കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോകലാണ് ശൈത്താന്റെ ഉദ്ദേശം. അത് നടന്നില്ല. ഇവൻ ഇറങ്ങാൻ നേരത്ത് ഇതൊക്കെ പ്രത്യേകമായി മനക്കരുത്തോടുകൂടി ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ ശൈത്താൻ നിരാശയായി. അപ്പൊ ഒപ്പമുള്ള മറ്റു ശൈത്താനോട് വേറൊരു ശൈത്താൻ പറയാണ്, കൈഫ ലക ബിറജുൽ, നിനക്കൊരാളെ നീ എങ്ങനെ പഴപ്പിക്കാൻ സാധിക്കാനാണ്? കാരണം അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു പോയി, മുൻകരുതലൊക്കെ അയാൾ സ്വീകരിച്ചു പോയി. ഖദ് ഹുദിയ, അയാൾക്ക് നേർവഴി ലഭിക്കപ്പെട്ടിരിക്കുന്നു. വഖുഫിയ, അയാളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അയാൾ മതിയായ നിലക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വബുഖിയ, അയാൾ കാത്തുരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരാളെ പഴപ്പിക്കാൻ നമ്മൾ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല എന്ന് നിരാശയോടുകൂടി ശൈത്താൻ പറയുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വീട്ടിൽ നിന്നുറങ്ങുന്ന അവസരത്തിൽ നമ്മളിത് വളരെ ശ്രദ്ധയോടുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന മറ്റൊരു പ്രാർത്ഥന, ഇതിന് ബലകമായി ഇപ്പോൾ ഞാൻ കേൾപ്പിച്ച ദുആ
ആർക്കും പറയാൻ അത്ര പ്രയാസമല്ല. കാരണം ബിസ്മില്ല അറിയാത്ത മുസ്ലിമീങ്ങളില്ല, തവക്കൽതു അലല്ലാഹ് അറിയാത്ത മുസ്ലിമീങ്ങളില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അറിയാത്ത മുസ്ലിമീങ്ങളും ഇല്ല. ഇത് മൂന്നും കൂടെ ചേർത്താണ് പറഞ്ഞ അമര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ. പക്ഷേ അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന, എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന കൂടി നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഒന്ന് ശ്രദ്ധ വെച്ചാൽ മുസ്ലിം സുഹൃത്തുക്കളെ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന വാചകങ്ങളെ ഇതിലുള്ളൂ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് റബ്ബിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി നിശ്ചയമായും ഞാൻ അഊദു ബിക നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, അന്നദില്ല ഞാൻ പിഴച്ചു പോകുന്നതില്ലെന്ന്. പുറത്തേക്ക് ഇറങ്ങുമ്പോ ചോദിക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എത്രയോ ആളുകൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൻ മുസ്ലിമാണ്, പക്ഷേ വൈകിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കാഫിറായിക്കൊണ്ടാണ്. എന്റെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് അവൻ പലരുമായും ബന്ധപ്പെട്ടു, പലതും അവന് കാണേണ്ടി വന്നു, പലതും അവന് കേൾക്കേണ്ടി വന്നു, പലയിടത്തും അവൻ പോയിരുന്നു, പലതിലും അവൻ ബന്ധപ്പെട്ടു. അങ്ങനെ അവന്റെ ഈമാൻ അങ്ങനെ ചവിട്ടി മതിക്കപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ കുഫറിലേക്ക്, അല്ലെങ്കിൽ തോന്യാസത്തിലേക്ക്, അല്ലെങ്കിൽ അബദ്ധങ്ങളിലേക്ക്, അല്ലെങ്കിൽ തെമ്മാടിത്തങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഹറാമുകളിലേക്ക് അവന്റെ ജീവിതം വഴിതെറ്റിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരുന്ന ഘട്ടത്തിൽ അതാ പുരയിൽ നിന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോ വളരെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനോട് മനസ്സ് പൊട്ടിക്കൊണ്ട് ചോദിച്ചോ. കാരണം ഇന്നത്തെ ദുനിയാവ് അങ്ങനെയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മെ കൊത്തി വലിക്കാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് കണ്ണ് നിവർത്തി നടക്കാൻ പോലും വയ്യാത്തത്ര അശ്ലീലങ്ങളുടെ, ആഭാസത്തരങ്ങളുടെ, തോന്യാസങ്ങളുടെ, ശിർക്കിന്റെ, വിദഅത്തുകളുടെ, അന്ധവിശ്വാസങ്ങളുടെ ഉരാകുടുക്കുകൾ വലവിരിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരവസ്ഥയിലേക്ക് ഇറങ്ങുന്ന ഒരു മുസ്ലിം എന്തുമാത്രം മുൻകരുതൽ എടുക്കണം, എന്തുമാത്രം ജാഗ്രത വേണം അവന്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുവെന്ന് ദുആ ചെയ്തോ റബ്ബിനോട്. കാരണം റബ്ബിനെ അതിന് കഴിയൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല. ഞാൻ പിഴച്ചു പോകുന്ന വിഷയത്തിൽ നിന്ന്, ഞാൻ പിഴച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. പിഴക്കാൻ കാരണമാവരുതേ ഈ പുറപ്പാട്. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ മറ്റു വല്ലവരും പിഴപ്പിക്കുന്നതില്ലെന്ന്, ഞാൻ പിഴപ്പിക്കപ്പെടുന്നതില്ലെന്ന് നിന്നോട് അഭയം ചോദിക്കുന്നു. ഞാൻ എന്റെ അബദ്ധം കൊണ്ട് പിഴച്ചു പോകാലോ, മറ്റുള്ള ആരുടെയെങ്കിലും വലയിൽ പെട്ടിട്ടും ഞാൻ വലാലത്തിലാകാമല്ലോ, രക്ഷിക്കണം. ഔ അസില്ല ഔ ഉസല്ല, ഔ അസില്ല ഞാൻ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതില്ലെന്ന്. എനിക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിലപ്പോ എന്റെ അവിവേകം കൊണ്ട് ഞാൻ പോയി ചാടും. പടച്ചവനെ അത് എന്നെ രക്ഷിക്കണം. ഔ അസില്ല, എന്നെ അടിപതറി വീഴും, അങ്ങനെ അബദ്ധത്തിൽ ചാടുന്നതില്ലെന്ന്. ഔ ഉസല്ല, അല്ലെങ്കിൽ കെണിവെച്ച് മറ്റു വല്ലവരും എന്നെ അബദ്ധത്തിൽ ചാടിക്കുന്നതില്ലെന്ന്. ഔ അദ്ലിമ, അല്ലെങ്കിൽ ഞാൻ വല്ലവർക്കും ദ്രോഹം ചെയ്യുന്നതില്ലെന്ന്. ഞാൻ ആർക്കെങ്കിലും അക്രമം എന്റെ ഭാഗത്ത് നിന്ന് വരാതെ കാത്തു സൂക്ഷിക്കണം. ഔ ഉദ്ലമ, അല്ലെങ്കിൽ മറ്റു വല്ലവരാലും ഞാൻ ആക്രമിക്കപ്പെടുന്നൊരവസ്ഥയും ഉണ്ടാകരുത്. ഔ അജ്ഹല, അല്ലെങ്കിൽ ഞാൻ വല്ല അവിവേകവും പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകാതെ നോക്കണം. ഔ യുജ്ഹല അലയ്യ, അല്ലെങ്കിൽ എന്നോടാരെങ്കിലും അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും നീ കാത്തുകൊള്ളണം. എന്തൊക്കെയാ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? പിഴക്കുന്നതില്ലെന്ന്, പിഴപ്പിക്കപ്പെടുന്നതില്ലെന്ന്, അടിതെറ്റി അബദ്ധത്തിൽ വീഴുന്നതില്ലെന്ന്, വീഴ്ത്തപ്പെടുന്നതില്ലെന്ന്, ആക്രമിക്കുന്നതില്ലെന്ന്, ആക്രമിക്കപ്പെടുന്നതില്ലെന്ന്, അവിവേകം പ്രവർത്തിക്കുന്നതില്ലെന്ന്, അവിവേകം മറ്റുള്ളവരുടെ വകയായിട്ട് നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതില്ലെന്ന്. എല്ലാം ദുനിയാവാണ്, എല്ലാം ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതിൽ നിന്നൊക്കെ റബ്ബിനോട് ചോദിച്ചോ. കാരണം അല്ലാഹുവിനല്ലാതെ നിനക്ക് ഹിദായത്ത് തരാൻ കഴിയില്ല. നിന്നെ പഴപ്പിക്കാതിരിക്കാൻ ലോകത്ത് അത് പടച്ചവൻ തന്നെ വിചാരിക്കണം. കാരണം അല്ല ഒരാൾക്ക് നേർവഴി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ പഴപ്പിക്കുന്നവനില്ല. നേരെ മറിച്ചും അങ്ങനെ തന്നെ. എല്ലാം അല്ലാഹുവിന്റെ കൈകളിലാണ്. അതുകൊണ്ട് റബ്ബിനോട് നീ തേടിക്കോ. അതുപോലെ തന്നെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഞാൻ ദ്രോഹിക്കുന്നതിൽ നിന്ന്, ഞാൻ ആരെങ്കിലും ആക്രമിക്കുക,
എന്റെ നാവ് കൊണ്ടോ എന്റെ കൈ കൊണ്ടോ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ പുറപ്പാടിൽ ഒരു ദ്രോഹവും ഉണ്ടാകരുത്. ഔലമ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകുന്നു. ഐ അൻ യളിമനി അഹദും മിനൻ നാസി ഫീ നഫ്സി ഔ മാലി ഔ ഇർദി, എന്റെ ധനത്തിലോ എന്റെ സമ്പത്തിലോ എന്റെ അഭിമാനത്തിലോ മറ്റു വല്ലവരും അക്രമം കാണിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ കൊള്ളക്ക് വിധേയനാവാം, കവർച്ചക്ക് വിധേയനാവാം, മോഷണത്തിന്റെ വിധേയനാവാം. അങ്ങനെ ഒരുപാട് അക്രമികൾ ഇന്ന് രാജ്യത്തുണ്ട്. അങ്ങനെ ഏതെല്ലാം രൂപത്തിലുള്ള ശത്രുക്കളുണ്ടോ, കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ ശത്രുക്കൾ, പിഴപ്പിക്കുന്ന ശത്രുക്കൾ, വസ്വാസുണ്ടാക്കുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താന്മാര്, അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിപ്പിക്കുന്നവര്, ഹറാമിലേക്ക് മാടി വിളിക്കുന്നവര്, ഹറാമിന്റെ സദസ്സിലേക്ക് പ്രേരിപ്പിക്കുന്നവര്, അതിനുവേണ്ട പരസ്യം നൽകുന്നവർ, അതിനുവേണ്ടി ആശകളും പ്രലോഭനങ്ങളും നടത്തിക്കൊണ്ട് പിന്നാലെ കൂടി പ്രലോഭിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിക്കാൻ നടക്കുന്നവര്, അങ്ങനെ 1000 ശത്രുക്കളുണ്ട് എനിക്ക്. ആ ശത്രുക്കളിൽ നിന്നെല്ലാം എനിക്ക് അഭയം ചോദിക്കാനുള്ളത് റബ്ബേ നിന്നോട് മാത്രമാണെന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത്. അതാ അള്ളാഹുവിനോട് മാത്രമാണ്. ഇവിടെയൊക്കെ അല്ലാത്തൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയൂല. പക്ഷേ നമ്മൾ പലരും എന്താ ചെയ്യുന്നത്? അജ്മീർ ഖ്വാജയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോട് ചോദിക്കുക. കാരണം നിങ്ങളല്ലാതെ എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത്, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല എന്നാ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് അജ്മീർ ഭക്തന്മാരെന്ത് പറയും? യാ സയ്യിദൽ ഹിന്ദി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഫസാദിൻ അൽതജി മദദാ യാ സയ്യിദി സനദി റൗസി വയാ മദദി ലിൽ ഫൈദി കുൻ ബി വഹീരിൻ അൻ ജമീഇ ഇദായ. ആരാ പറയുന്നത്? അജ്മീർ ഭക്തന്മാർക്ക് അവരോടാ തേടാനുള്ളത്. യാ സയ്യിദുൽ ഹിന്ദ്, ഓ ഇന്ത്യയുടെ നേതാവേ, മാലി എനിക്കില്ല, മൻ അലൂദു ബിഹി എനിക്ക് അഭയം തേടാൻ, എനിക്ക് രക്ഷ തേടാൻ അങ്ങുന്നല്ലാതെ സിവാക്ക അങ്ങല്ലാതെ എനിക്ക് അഭയം തേടാനില്ല. എന്ത ഫസാദിൻ അൽതജി മദദ, സഹായം നൽകിക്കൊണ്ട് എനിക്ക് അഭയം തരാൻ ഏത് ഫസാദുകളും നാശങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയല്ലാതെ എനിക്കില്ല. അതുകൊണ്ട് യാ സയ്യിദി എന്റെ നേതാവേ, യാ സനദി എന്റെ അവലംബമേ, ഔസി എന്റെ ശരണമേ, വയാ മദദി എന്റെ സഹായമേ, ലിൽ ഫൈദി കുൻ ബി വഹീരിൻ അൻ ജമീഇ യദായ. എന്റെ ഒരുപാട് രൂപത്തിലുള്ള ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്നെല്ലാം കുൻ ബി വഹീരിൻ, എനിക്ക് സഹായം തുണയുമായി മാറണേ എന്ന് തേടുന്നു. സുഹൃത്തുക്കളെ, മുസ്ലിം അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. എത്ര വളരെ പ്രാധാന്യത്തോടുകൂടി മുസ്ലിം പറയേണ്ടതാണ്. പക്ഷേ ഒരൊറ്റ ഖൗമിന് ഇന്നത് അറിഞ്ഞുകൂടാ. ഇതറിയുന്നവരില്ല, ചൊല്ലുന്നവരില്ല, ആശയം മനസ്സിലാക്കിയവരില്ല. നേരെ മറിച്ച് പഠിപ്പിക്കാൻ ആളുകളെമ്പാടുമുണ്ട്. മൊഴീനി കുൻമൊഴീനല്ലി വഔനൻ യാ അബൽ ഫദ്ലി ദവാമൻ ഗൈറ മുൻഫസിലി വലിയൽ ഹിന്ദി അജ്മീരി വതമ്മിം ലി ഇനായതകും വഅമ്മിം ലി ഹിദായതകും വഖസ്സിസ് ലി കറാമതകും വലിയൽ ഹിന്ദി അജ്മീരി. എനിക്കുള്ള സഹായമേ നിങ്ങൾ എന്നെ സഹായിച്ചാലും. അജ്മീർ ഹോജയോട് ഇടമുറിയാത്ത സഹായം വേണം, എപ്പോഴും വേണം. ദവാമൻ ഗൈറ മുൻഫസിലി, നിലക്കാത്ത നിത്യമായ സഹായം വേണം. ഇന്ത്യയുടെ വലിയായ അജ്മീർ ഹോജ, നിങ്ങളുടെ ശ്രദ്ധ എന്നിൽ എപ്പോഴും പരിപൂർണമാക്കി തരണം. നിങ്ങളുടെ ഹിദായത്ത് എനിക്ക് വ്യാപകമാക്കി തരണം. നിങ്ങളാണ് എനിക്ക് ഹിദായത്ത് തരേണ്ടത്. നിങ്ങളുടെ കറാമത്ത് കൊണ്ട് പ്രത്യേകം എനിക്ക് ഔദാര്യങ്ങൾ തന്നിട്ട് എന്നെ കാത്തുകൊള്ളണേ. വലിയ ഹിന്ദി അജ്മീരി, ഇന്ത്യയുടെ വലിയായ അജ്മീർ
അമീർ ഹോജാവേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാര് ജീവിക്കുമ്പോ എന്റെ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ശിർക്കിന്റെ പ്രചാരകന്മാര് ലോകത്തുണ്ടാകുമ്പോ അതിനുവേണ്ടി ആയത്തോടുന്ന ആളുകൾ ഉണ്ടാകുമ്പോ ഒരു മുസ്ലിം മറ്റുള്ളവര് പലതും ചെയ്യുമ്പോഴും മുസ്ലിം അവന്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് പലരോട് അവരുടെ ആവശ്യങ്ങൾക്ക് തേടുമ്പോ രക്ഷയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിം മറക്കാതെ പറഞ്ഞു ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദുല്ല ഔ ദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇത് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തന്നെ കൊണ്ടൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകരുത്. നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ രീതി നോക്കൂ നിങ്ങൾ. രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നു. ഒന്ന്, പുറപ്പെടുന്ന എന്നെ കൊണ്ടൊരാൾക്ക് ഷർറുണ്ടാകരുത്, ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളെ കൊണ്ട് എനിക്കും ഷർറുണ്ടാവരുത്. രണ്ടു കൂട്ടരെ കൊണ്ടും ഞാൻ കാരണം ഒരാൾക്കും ഷർറുണ്ടാവരുത്, മറ്റൊരാൾ കാരണം എനിക്കും ഷർറുണ്ടാവരുത് എന്ന് രണ്ട് കാര്യത്തെയും വ്യാപകമാക്കി അടക്കി പാഴുന്ന നിലക്കുള്ള പ്രാർത്ഥനയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി ഇത് പറയുമ്പോ നമുക്ക് അള്ളയല്ലാതെ രക്ഷകനില്ല, നമുക്ക് അള്ളയല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരുന്നവനില്ല, അള്ളാഹുവാണ് നമുക്ക് മതിയായവൻ. അതിന് നേരെ മറിച്ച് ഇബ്രാഹിം ബാദശയോട് പറയുന്നവരും അൻത വാഫി അൻത കാഫി ഫീ മുഹിമ്മാതിൻ വശാഫി മിമ്മാ ദറത്തിൻ വമാഫി നാ സയ്യിദ് ഇബ്രാഹിം ഗൗസി. അത് പറഞ്ഞത് ആരോടാ? അത് ഏർവാടി ഭക്തന്മാർ അവരോടാ പറയുന്നത്. അൻത വാഫി, ഓ ഇബ്രാഹിം ബാദശാ, നിങ്ങളാണ് എനിക്ക് പൂർത്തിയാക്കി തരുന്നവൻ. അൻത കാഫി, എനിക്ക് മതിയായവൻ നിങ്ങളാണ്. ഫീ മുഹിമ്മാതിൻ, എല്ലാ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും എനിക്ക് വേണ്ട നിലക്ക് എനിക്ക് തന്നുകൊണ്ട് മതിയാക്കാനും എന്നെ രക്ഷിക്കാനും എനിക്ക് നൽകാനും, വശാഫി, സഹായിക്കാനും അതുപോലെ തന്നെ ശിഫ നൽകുവാനും, മിൻ മദറത്തിൻ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, വമാ ഫീനാ, ഞങ്ങളിലില്ല സയ്യിദി ഇബ്രാഹിം ഗൗസി, ഓ ഞങ്ങളുടെ ശരണമായ ഇബ്രാഹിമേ, നിങ്ങളല്ലാതല്ല. മുസ്ലിം പറയുന്നതല്ല, മുസ്ലിമിന് അൻത വാഫി അൻത കാഫി അള്ളയാണ്. അതുകൊണ്ടാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലിക്കൊണ്ടിറങ്ങുന്ന മുസ്ലിമിനോട് പറയുന്നു ഹുദീത വകുഫീത വവുഖീത, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു, നിന്റെ കാര്യങ്ങളൊക്കെ മതിയായവനായ നിലക്ക് നീ അതുപോലെ തന്നെ നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കാഫിയായിട്ടവൻ അല്ലാഹുവിനെയാണ് കണ്ടത്, രക്ഷകനായിട്ടവൻ അല്ലാഹുവിനെയാണ് കണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോടും പറയാനുള്ളത്, വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള ഈ പ്രാർത്ഥനയും നമ്മളിങ്ങനെ വെറുതെ കേട്ടിരുന്നാൽ പോരാ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പൊ ഇറങ്ങുമ്പോൾ ആ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ അവസരങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള ആളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ പലരിലേക്കുമായി ഭാഗിക്കുന്ന ആളുകളെമ്പാടും ജീവിച്ചിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം, അവൻ പ്രത്യേകം കാത്തു സൂക്ഷിക്കണം. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം, അവൻ കൃത്യമായി ഏത് കാര്യവും നിർവഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന റൂട്ട് നോക്കിയിട്ടാണ്. നബി ഓരോ സ്ഥലത്തും എന്തൊക്കെ പ്രാർത്ഥിക്കാനാ പറഞ്ഞതെങ്കിൽ അതാവില്ലേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥന, അല്ലാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥന ഇതിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞോ? റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇനി അതല്ലെങ്കിൽ അവരോട് നേരിട്ടുള്ള പ്രാർത്ഥനയില്ലെങ്കിൽ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടാണോ മുസ്ലിം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്? ഉണ്ടെങ്കിൽ അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നേർക്കുനേർ റബ്ബിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത്. മഹാത്മാക്കളായ ഇടയാളന്മാരോട് പറഞ്ഞിട്ട് അതാണ് കാര്യം നേടാൻ നല്ലതെന്ന് പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? പ്രധാനപ്പെട്ട
വേണ്ടാത്ത സംഗതികൾക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന മുസ്ലിമിനെ കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ എന്നതല്ലാതെ ഒരു ധ്വനി പോലും ഇല്ലല്ലോ, നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് പഠിച്ചു വെക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന കൂടിയുണ്ട്. പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി 5 നേരം ഇറങ്ങേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ആ അവസരത്തിൽ അവൻ ഇപ്പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പുറമേ 3ാമതൊരു ദുആ കൂടി ചൊല്ലേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലാത്തൊരവസരം ഉണ്ടായിട്ടില്ല. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, 763ാമത്തെ നമ്പർ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇല സ്വലാത്തി വഹുവ യഖൂൽ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സമഈ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ ومن أمامي نورا وجعل من فوقي نورا ومن تحتي نورا اللهم أعطني نورا. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ പ്രകാശത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം വീട്ടിൽ നിന്നിറങ്ങേണ്ടത് പള്ളിയിലേക്ക്. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്, പടച്ച തമ്പുരാന്റെ ഭവനമാണ്, നൂറ് നിറച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ്. നൂറായ കാര്യം നിർവഹിക്കാനാണ് അവൻ പോകുന്നതും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി സ്വഹീഹുൽ മുസ്ലിമിൽ നമുക്ക് കാണാം, അസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. നിസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രകാശമാണ്. അപ്പൊ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ദുനിയാവിലും ഇനി നാളെ പരലോകത്ത് അവന്റെ ഖബറിലും അവന്റെ ആഖിറത്തിലുമൊക്കെ അവനൊരു പ്രകാശമാണ് അവന്റെ നമസ്കാരം. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് മറ്റൊരു വാചകത്തിൽ പറഞ്ഞത്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ വമൻ ലം യുഹാഫിള് അലൈഹാ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാനൻ വലാ നജാതൻ യൗമൽ ഖിയാമ. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഹാഫള അലൈഹാ, ആ നിസ്കാരമാകുന്ന പ്രകാശത്തെ ആര് കാത്തു സൂക്ഷിച്ചുവോ, കാനത് ലഹു നൂറാ, അതവനൊരു പ്രകാശമായിട്ട് എപ്പോഴും അവന്റെ കൂടെയുണ്ട്. വബുർഹാനൻ, അവനൊരു തെളിവാണത്. വനജാതൻ, അവന് രക്ഷയുമാണ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. വമൻ ലം യുഹാഫിള് അലൈഹാ, അത് കാത്തു രക്ഷിക്കാത്തവൻ, അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവൻ, അതിന്റെ റക്അത്തുകളിലും അതിനുവേണ്ടി ചെയ്യുന്ന വുളൂയിലും നമസ്കാരത്തിലൊക്കെ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനേത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെ സഹാബത്തെ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളണമെന്ന് അഷ്റഫുൽ ഖൽഖ് സഹാബത്തിനോട് പറഞ്ഞല്ലോ. 5 നാൾ വരെ നിലനിൽക്കുന്ന നിലക്ക് റസൂലുള്ളാഹിയുടെ 5 നേരത്തെ നിസ്കാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രകാശത്തിൽ നിന്ന്, ആ കൈത്തിരിയിൽ നിന്ന് പ്രകാശം നേടുന്ന മുഅ്മിൻ അതനുസരിച്ച് ജീവിച്ചാൽ അതവന്റെ പ്രകാശം തന്നെയാണ് ദുനിയാവിലും നാളെ പരലോകത്തിലും. ഇനി അത് കാത്തു സൂക്ഷിക്കാത്ത മുസ്ലിമാണെങ്കിലോ ലം യകുൻ ലഹു നൂറുൻ, അവന് പ്രകാശം തടയപ്പെടുന്നു. വലാ ബുർഹാനുൻ, അവന് ബുർഹാനുമില്ല. വലാ നജാ, അന്ത്യനാളിൽ അവന് രക്ഷയുമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നിസ്കാരം. ആ നിസ്കാരമാകുന്ന പ്രകാശം, ആ പ്രകാശം നിർവഹിക്കാൻ പ്രകാശപൂരിതമായ അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ആ പ്രകാശം തനിക്ക് കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകമായ ദുആയാണ് അഷ്റഫുൽ ഖൽഖ് നിർവഹിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സമഈ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. 9 തവണയാണ് നൂറ് എന്ന വാചകം ആവർത്തിച്ച് വന്നത്. 9 തവണ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ചോദിക്കുന്നത് സുഹൃത്തുക്കളെ? നിസ്കാരം കൊണ്ട്, നിസ്കാരമാകുന്ന പ്രകാശം, ആ പ്രകാശത്തിന്റെ അതിന്റെ പ്രധാനപ്പെട്ട എല്ലാം എനിക്ക് കിട്ടണം. കാരണം നിസ്കരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കുന്ന മനുഷ്യനെ അത് ചീത്തയായ കാര്യങ്ങളിൽ നിന്ന്, ഹറാമിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്,
പലിശ വാങ്ങുന്നതിൽ നിന്ന്, ഹറാമ് ഭക്ഷിക്കുന്നതിൽ നിന്ന്, ഹറാമിലൂടെ സമ്പാദിക്കുന്നതിൽ നിന്ന്, ഹറാമ് കാണുന്നതിൽ നിന്ന്, കേൾക്കുന്നതിൽ നിന്ന്, പറയുന്നതിൽ നിന്ന്, ഹറാമായ മജ്‌ലിസിൽ പോയിരിക്കുന്നതിൽ നിന്ന്, ഹറാമിലേക്ക് ചെലവഴിക്കുന്നതിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും മനുഷ്യനെ തടയുന്ന പ്രകാശമാണ് നിസ്കാരം. ആ നിസ്കാരം തന്റെ ശരീരത്തിന് മുഴുവൻ ഉപകരിക്കണം. അതാണ് ചോദ്യം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശത്തെ ചൊരിയണേ. അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശത്തെ ഉണ്ടാക്കണം, എന്റെ ഹൃദയം പ്രകാശിതമാകണം. വഫീ ലിസാനി നൂറാ, എന്റെ നാവിലും പ്രകാശമുണ്ടാക്കണം. അല്ലാഹുവിന്റെ നൂറ് പ്രകാശം നമ്മുടെ നാവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്നാവ് കൊണ്ട് പിന്നെ ഹറാമ് പറയാൻ കഴിയില്ലല്ലോ. ആ ഒരു പരുവത്തിലേക്ക് എന്നെ മാറ്റണം. വജഅൽ ഫീ സമഈ നൂറാ, എന്റെ കാതിൽ നീ പ്രകാശത്തെ ഉണ്ടാക്കണം. കാതിൽ പ്രകാശം വന്നു കിട്ടിയാൽ പിന്നെ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ലല്ലോ. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ട് ഓടി മറയുമല്ലോ. അതുകൊണ്ട് പിന്നെ അരുതാത്ത സംഗതികൾ കേൾക്കാനിടമില്ലാത്ത വണ്ണം എന്റെ കാതങ്ങ് ശുദ്ധമാകും. വജഅൽ ഫീ ബസരീ നൂറാ, എന്റെ കണ്ണിലും പ്രകാശമുണ്ടാക്കണം. കണ്ണിലും പ്രകാശം കിട്ടിയാൽ ഇരുട്ട് പോയല്ലോ. ഹറാമായ കാര്യങ്ങളിലേക്ക്, ഇരുട്ടാർന്ന പ്രശ്നങ്ങളിലേക്ക്, അവിവേകത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് പിന്നെ നോട്ടം പോകാതിരിക്കാൻ രക്ഷയായി. വജഅൽ മിൻ ഖൽഫീ നൂറാ, എന്റെ പിന്നിലും നീ പ്രകാശമുണ്ടാക്കണം. വമിൻ അമാമീ നൂറാ, എന്റെ മുന്നിലും പ്രകാശമുണ്ടാക്കണം. വജഅൽ മിൻ ഫൗഖീ നൂറാ, എന്റെ മുകളിൽ നിന്ന് എനിക്ക് നീ പ്രകാശമുണ്ടാക്കണം. വമിൻ തഹ്തീ നൂറാ, എന്റെ അടിഭാഗത്തിനൊന്നും കൂടെയും എനിക്ക് നീ പ്രകാശമുണ്ടാക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് അവസാനം മൊത്തത്തിൽ പറയുന്നു, അല്ലാഹുമ്മ അഅ്തിനീ നൂറാ, നീ എനിക്ക് പ്രകാശത്തെ തരണേ തമ്പുരാനേ. മുസ്ലിമീങ്ങള് എത്ര കൊല്ലായി 5 നേരം പള്ളിയിലേക്ക് പുറപ്പെടുന്നു? ആരാത് പറഞ്ഞവര്? ആർക്കതറിയാ? പഠിപ്പിക്കപ്പെട്ടില്ല. കാരണം ഉള്ള നേരത്തൊക്കെ പഠിപ്പിച്ചത് വേറെയാ. ഉള്ള നേരത്തൊക്കെ മാലിയും മൗലൂദും ഇല്ലാത്ത പ്രാർത്ഥനയും നാരിയ സ്വലാത്തും കഞ്ചുല്ലർഷും അതുപോലെ തന്നെ ജൽജലൂത്ത് ബൈത്തും ആദ്വഴി ഈദ്വഴയൊക്കെ പഠിപ്പിച്ചു. ഉള്ളതൊന്നും പഠിപ്പിച്ചില്ല. അവിടെ മുസ്ലിമീങ്ങൾക്ക് അറിയാതെ പോയി. 5 നേരം പള്ളിയിൽ കറങ്ങുമ്പോൾ മുസ്ലിമീങ്ങൾ പറയേണ്ടതായത് اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا ومن امامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم اعطني نورا. ശ്രദ്ധ വെച്ചാൽ ഈ 9 ആവർത്തി നമ്മൾ എങ്ങനെ ആവർത്തിച്ച് ഈ പ്രകാശം എന്ന വാചകം പറയുന്നു. ശ്രദ്ധ വെച്ചാ പഠിച്ചൂടെ? നമുക്കത് ചൊല്ലിക്കൂടെ? പക്ഷേ ആര് ചൊല്ലുന്നു? തരക്കടില്ല, നല്ല ദുആയാണ്, അഭിപ്രായം പാസാക്കാന്നല്ലാതെ പ്രാർത്ഥിക്കാൻ ആർക്ക് നേരം? ആരാത് പഠിച്ചവര്? ആരാണ് അതിന്റെ ആശയം ഉൾക്കൊണ്ടവര്? അതുകൊണ്ട് പടച്ച തമ്പുരാനിൽ നിന്ന് പ്രകാശത്തെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പടച്ചവന്റെ കാവല് വേണം, രക്ഷ വേണം. പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ വരെ ആ പ്രകാശത്തിന് വേണ്ടി യാചിച്ചുകൊണ്ടാണ് മുസ്ലിം ഇറങ്ങേണ്ടത് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് വീട്ടിലേക്ക് കയറി വരികയാണ്? നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും ഉണ്ട് പ്രാർത്ഥന. വീട്ടിലേക്ക് കയറുമ്പോ അത് പുതിയ വീട്ടിലേക്ക് കയറുകയാണെങ്കിലും, പല പ്രാവശ്യം ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് കയറുകയാണെങ്കിലും, ആൾ താമസം ഉള്ള വീട്ടിലേക്ക് കയറുകയാണെങ്കിലും, ആരും വീട്ടുകാരവിടെ ഇല്ലാതെ വാതിലടച്ച് നമ്മൾ ഒന്നിച്ചു പുറത്തു പോയിട്ട് പിന്നെ കയറി ചെല്ലുകയാണെങ്കിലും ഒക്കെ ചില മര്യാദകളുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം. സഹീഹ് മുസ്ലിമിന്റെ 2018 നമ്പർ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല الرجل بيته فذكر الله عند دخوله وعند طعامه قال الشيطان لا مبيت لكم ولا عشاء وإذا دخل فلم يذكر الله عند دخوله قال الشيطان أدركتم المبيت وإذا لم يذكر الله عند طعامه قال الشيطان أدركتم المبيت والعشاء. സുദീർഘമായ ഹദീസിൽ പറഞ്ഞ ആശയം എന്താണ്? ഇദാ ദഖല الرجل بيته, ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരം ഫദക്കറ അല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർത്തുവെങ്കിൽ, ഇന്ദ ദുഖൂലിഹി, വീട്ടിലേക്ക് കയറുന്ന നേരത്ത് അവൻ അല്ലാഹുവിനെ ഓർത്തുവെങ്കിൽ, അതുപോലെ തന്നെ വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് വഴിന്ദ ത്വാമിഹി,
ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവൻ റബ്ബിനെ ഓർത്തുവെങ്കിൽ ഖാല ശൈത്താൻ, ഒപ്പം കയറുന്ന ശൈത്താൻ പറയുന്നു, ലാ മബീത ലക്കും വലാ അശാ, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് താമസ സൗകര്യമില്ല, ഭക്ഷണവുമില്ല. ഈ മനുഷ്യൻ വിസ്മയില്ല കയറിയത്. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് നമുക്ക് താമസമില്ല. ഭക്ഷണം കഴിച്ചപ്പോഴും ബിസ്മില്ല പറഞ്ഞു പോയി. അതുകൊണ്ട് ഇന്ന് കൂടെ ഭക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. വൈദാ ദഖല, ഇനി ഒരാൾ നേരെ മറിച്ചാണെങ്കിലോ അവൻ വീട്ടിലേക്ക് കയറുന്നു. ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന അവസരത്തിൽ അവൻ റബ്ബിനെ ഓർത്തില്ല, ബിസ്മില്ല പറഞ്ഞില്ല. ഖാല ശൈത്താൻ, അപ്പൊ ശൈത്താൻ സന്തോഷമായി പോയി. അവന്റെ അനുയായികളോട് പറയുന്നു, അദ്റക്തുമുൽ മബീത്, ഇന്ന് നിങ്ങൾക്ക് ഈ വീട്ടിൽ അക്കമഡേഷൻ കിട്ടിപ്പോയി, ഇവിടെ താമസ സൗകര്യമുണ്ട്. ഇനി വൈകാലം യദ്കുരില്ല ഇൻദ തുആമിഹി, അങ്ങനെ അവൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് ബിസ്മില്ല പറയാതെ ഭക്ഷണം കഴിച്ചെങ്കിൽ ശൈത്താൻ പറയുന്നു, അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്നീ വീട്ടിൽ നമുക്ക് താമസം മാത്രമല്ല ഒത്തത് വൽ അശാ, ഭക്ഷണം കിട്ടിയിരിക്കുന്നു എന്ന് പറയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എങ്ങനെ ഇപ്പൊ ശൈത്താൻ അത് പറയണ്? നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവനെങ്ങനെയാ കൂടെ ഭക്ഷണം കഴിക്കുക? ഇവനെങ്ങനെ രാത്രി വീട്ടിൽ ഉറങ്ങുക? ഇതൊന്നും നമുക്കറിയാത്തൊരു അദൃശ്യ ശക്തിയുടെ അദൃശ്യ പ്രവർത്തനങ്ങളാണ്. പക്ഷേ നമ്മളതിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. ശൈത്താന്റെ പ്രവർത്തനം എങ്ങനെ വീട്ടിലുണ്ടാകുക? നമ്മൾ വിസ്മയില്ലാതെ കയറിയാൽ ആ ശൈത്താൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, അവന്റെ കളി പിന്നങ്ങനെ തുടങ്ങും. പിന്നെ വിസ്മിയല്ലാത്ത വീട്ടിൽ അവിടെ പിന്നെ നടക്കുന്നതൊക്കെ ശൈത്താൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ശൈത്താൻ ഇഷ്ടമുള്ള രംഗങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന TV, ശൈത്താൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അത് വായിക്കാൻ ആളുകൾ, അത് പാടാൻ, അത് കേൾക്കാൻ, അത് രസിക്കാൻ, ആ രൂപത്തിലുള്ള ഹറാമുകൾ ചെയ്യാൻ, വഴക്കും വക്കാണവും ഉണ്ടാകാൻ, ദമ്പതികൾ തമ്മിൽ പിണങ്ങി പിരിയാൻ, അതുപോലെ തന്നെ അടിപിടി ഉണ്ടാകാൻ, ചീത്തയായ സംസാരങ്ങൾ ഉണ്ടാകാൻ, എല്ലാം വീടിന്റെ ഒരു സമാധാനാന്തരീക്ഷം തകർക്കാവുന്ന പ്രവർത്തനങ്ങൾക്ക് ഇബ്ലീസ് വട്ടം കൂട്ടും. അതിനുവേണ്ട പണി വീട്ടിലെ മെമ്പർമാരെ മനസ്സിൽ ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കും, മക്കളുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ബാപ്പനെ ധിക്കരിച്ചടാ, ബാപ്പ എന്ന് പറഞ്ഞാലും കേൾക്കണ്ട, ഉമ്മയെ ധിക്കരിച്ചോ, ഉമ്മന്റെയും ബാപ്പന്റെയും മനസ്സിലുണ്ടാവും പരസ്പരം തല്ലുടിക്കോ, ഭാര്യാഭർത്താക്കന്മാര് കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കടിച്ചോ, അങ്ങനെ പ്രശ്നമുണ്ടാക്കി നരകതുല്യമായൊരു വീട് വിട്ട് ഇറങ്ങി ഓടിയാ മതി എന്ന് തോന്നുന്ന നിലക്ക് വീട് നരകതുല്യമാക്കി മാറ്റും. ആരാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ശൈത്താൻ. കാണാൻ കഴിയുന്നില്ല അല്ലേ? കാണാൻ കഴിയാത്ത ശക്തി. അതുകൊണ്ടാണ് കാണാൻ കഴിയാത്ത ശക്തിയുടെ വിഷയത്തിൽ കാണാൻ കഴിയുന്ന ആൾക്കാരോട് സഹായം തേടിയിട്ട് കാര്യമല്ല. കാണാൻ കഴിയുന്ന ശക്തിയുടെ വിഷയത്തില് മുമ്പിലുള്ള ആൾക്കാരോട് സഹായം തേടിയിട്ട് കാര്യമുള്ളൂ. ഒരു കള്ളം വരികയാണെങ്കിൽ അയലോക്കാരനോട് പോയിട്ട് പറയാം, വണ്ടി വരികയെ, ഇതാ വീട്ടിൽ കള്ളം കയറിയിരിക്കും. നമുക്ക് കാണാൻ കഴിയാവുന്ന ശത്രുവാ. ഇബ്ലീസും ശൈത്താനും അവന്റെ അനുയായികളും അങ്ങനെയല്ല. കാണാൻ കഴിയാത്ത ശത്രുവ. ഇവൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാ പ്രവർത്തിക്കുന്നത്? അയൽവാസികൾക്ക് അറിഞ്ഞൂടാ, നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. അതറിയുന്നവൻ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിനൊരുങ്ങുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. അള്ളാഹുവിനോടാണ് അഭയം ചോദിക്കേണ്ടത്. കാരണം ഇത് കാണാൻ കഴിയാത്തൊരു ശക്തിയാണ്. വേറൊരാൾക്കതിൽ ഇടപെടാൻ കഴിയില്ല, റബ്ബിനെ കൊണ്ടേ കഴിയൂ. ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്തു പറയണം? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം എന്നാ ഈ ഹദീസിൽ വന്നത്. ഇനി അതിന്റെ വാചകങ്ങൾ കാണാൻ ചുരുങ്ങിയത് ബിസ്മില്ലെങ്കിലും പറയുക. അതിന്റെ വിശദമായ രൂപമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി, ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ഇതാണ് വീട്ടിലേക്ക് കയറുമ്പോൾ പറയേണ്ടത്. ഇത് പുതിയ പുരണ്ടാക്കിയിട്ട് അതിലേക്ക് കയറുമ്പോഴത്തെ ദുആയൊന്നുമല്ല, എപ്പോ പുരയിലേക്ക് കയറുമ്പോഴും പറയേണ്ടതാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഖൈറൽ മൗലിജി, നല്ല പ്രവേശന സ്ഥാനം, ഖൈറായ പ്രവേശന സ്ഥലം. വീട്ടിക്കാൻ കയറി അവിടെ ഖൈറായിരിക്കണം പഠിച്ചോ. ഞാൻ ഈ കയറുന്ന ഭവനം, ഞാൻ ഈ കയറാൻ പോകുന്ന സ്ഥലം, മൗലിജ്, പ്രവേശന സ്ഥലം, അത് ഖൈറാവണം. അതിന്റെ എല്ലാ ഖൈറും എനിക്ക് വേണം. വ ഖൈറൽ മഖ്റജി, ഞാൻ പുറത്തിറങ്ങുമ്പോഴും അത് ഖൈറായ നിലക്കാവണം. വീണ്ടും പറയുന്നു, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, വലജ്നാ, ഞങ്ങൾ പ്രവേശിച്ചു, വബിസ്മില്ലാഹി ഖറജ്നാ, അല്ലാഹുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നു.
ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സംഗതികളിലും ഞങ്ങൾക്ക് ഏൽപ്പിക്കാനുള്ളത് നിന്നെയാണ്. ഈ വീട്ടിന്റെ അന്തരീക്ഷം സമാധാനപൂർണമാകണം. ഇവിടുത്തെ മെമ്പർമാര് തമ്മിൽ സ്നേഹം വേണം. ഇവിടുത്തെ ആളുകൾ തമ്മിൽ അനുസരണം വേണം. ഇവിടെ സമാധാനം കളിയാടണം. ഈ വീടൊരു നരകമായി മാറരുത്. ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തണം. അതിന്റെ എല്ലാ കാര്യങ്ങളും ഇതാ വഅലല്ലാഹി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കൽനാ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തൊരു നല്ല പ്രാർത്ഥന. പക്ഷെ ആർക്ക് വേണം? ആർക്കാണറിയാം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊന്ന് പഠിക്കോളമെങ്കിലും തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നല്ല കൈയക്ഷരത്തിൽ എഴുതിയിട്ട് ഡോറുമ്മൽ ഒട്ടിക്കുക. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന. എന്നത് കാണുമ്പോഴൊന്ന് ഓർത്താലോ, കാണുമ്പോഴൊന്ന് ഓർക്കുമല്ലോ. എന്നിട്ട് അതൊന്നും ഒരു സെക്കൻഡ് അല്ലേ വേണ്ടൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജിനാ വ ബിസ്മില്ലാഹി ഖറജിനാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്നും പറഞ്ഞാൽ കേറുക. എന്നിട്ട് വീട്ടുകാർക്ക് സലാം പറയാ. ഫൽയുസല്ലിം, വീട്ടുകാർക്ക് നമ്മൾ സലാം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ കാണാം, എന്ത്, ഒരാൾ തന്റെ വീട്ടിലേക്ക് ഇതാ യാ ബുനയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത വസിയത്താണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം, അതും മറക്കരുത്. പ്രാർത്ഥനയും കഴിഞ്ഞ് വീട്ടിൽ കയറിയാൽ നിന്റെ കുടുംബത്തിന് നീ സലാം പറയുക. തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, അത് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തിനുള്ള കാരണമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേ. വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ സലാം പറയാ. സമ്പ്രദായമൊക്കെ ഇപ്പൊ അങ്ങനെ ആയി വരുന്നു. എന്താരാ പറയല്? സലാം പറയാന്ന് പറഞ്ഞാൽ വൈക്കന്ന് താടിയുള്ളവരെയും മൂലന്മാരെയും കണ്ടാ പറയേണ്ട ഇടപാടാണല്ലേ ആൾക്കാർ വണ്ടി ധരിച്ചു വെച്ച്. ഇന്നിപ്പോ അങ്ങനെയല്ലെന്നോ, കുറെ മാറ്റം വന്നു. പിന്നെ അത് അറിഞ്ഞിട്ടൊന്നല്ല, അസ്സലാമു അലൈക്കും വെറുതെ ഒരു ഫാഷൻ രൂപത്തിൽ സലാം പറയുന്നവരുണ്ട്. പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്. മനസ്സറിഞ്ഞ് പറയണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാം അമലും നിയ്യത്തിനനുസരിച്ചാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ നമ്മൾ ഈ പ്രാർത്ഥന പറയുന്നതോടൊപ്പം നമ്മൾ സലാം പറയുകയും ചെയ്യണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കാണാം, فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة. സൂറത്ത് നൂറിലെ 61-ാമത്തെ വചനത്തിൽ നിന്നാണ് കേൾപ്പിച്ചത്. അല്ലാഹു തആല പറയുന്നു, ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിൽ പ്രവേശിക്കുന്നതായാൽ, ഫസല്ലിമൂ, നിങ്ങൾ സലാം ചൊല്ലണം, അലാ അൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ. അഥവാ നിങ്ങൾ പരസ്പരമുള്ള ആളുകൾക്ക് വേണ്ടി സലാം പറയണം. അത് തഹിയ്യത്തം മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് തന്നിട്ടുള്ള ഒരു കാഴ്ചയാണത്. തഹിയ്യത്താണത്, അല്ലാഹ് നൽകി ആദരിച്ചിട്ടുള്ള ഒരു കാഴ്ച വസ്തുവാണ് സലാം എന്നുള്ളത്. മുബാറക്കത്ത്, അനുഗ്രഹം നിറക്കപ്പെട്ടതാണ്. തയ്യിബത്തൻ, ഏറ്റവും നല്ല ശുദ്ധമായ നല്ല രൂപത്തിലുള്ള ഒരു വർത്തമാനമാണ്. അതേത് വീട്ടിലേക്ക്, നിന്റെ വീട്ടിലേക്ക് കയറുമ്പോഴും ഇനി മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറുമ്പോഴും, വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞോ, സലാം ചൊല്ലിക്കോ. നമുക്ക് കാണാനുണ്ട്, പണ്ഡിതന്മാർ ഇതില്ലെന്ന് നിർദ്ധാരണം ചെയ്തെടുത്തുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ആളില്ലാത്തൊരു വീട്ടിലേക്കാണ്, നമ്മളെ വീട്ടിൽ നിന്ന് അടച്ചു പോകുന്നതാണ് നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്നത്. ആരുമില്ല അവിടെ. എന്നാലും ആ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന പറയുകയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയൽ സുന്നത്തുണ്ട്. ആരുമില്ല, എന്നാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന ഈ അവസരത്തിൽ അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് കയറിയവന്റെ കാര്യം അള്ളാഹ് ഏറ്റു എന്നാ അള്ളാഹ് പറയുന്നത്. പിന്നെന്താ, അള്ളാഹ് ഏറ്റുകഴിഞ്ഞു, അവന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. എന്ത്? സലാസത്തുൻ, ആരെങ്കിലും 3 വ്യക്തികൾ, 3 ആളുകൾ, കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്, അവരുടെ കാര്യം അല്ലാഹു ഏറ്റുകഴിഞ്ഞതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൻ ആശ റുസിഖ വ കുഫിയ, അവൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അവന്റെ കാര്യങ്ങൾക്കത് മതിയായി. ഇനി അവൻ മരിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു, മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്,
പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയും സലാം പറയുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അത് അത്ര വലിയ പ്രാധാന്യം ഉണ്ട് അതിനാ പറയുന്നത്. പടച്ചോന്റെ കാവലും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും അവനിൽ നിന്നുള്ള തൗഫീഖും സംരക്ഷണവും ഒക്കെ നമുക്ക് ലഭിക്കാൻ വീട്ടിലേക്ക് കയറുന്ന അവസരത്തിൽ സലാം പറയേണ്ടത് കൂടിയുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് കയറുമ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ ചുരുങ്ങിയത് ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. തുടക്കത്തിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ഇതൊക്കെ വളരെ സിമ്പിളായി, വളരെയേറെ ലളിതമായി നമുക്ക് പഠിക്കാവുന്നതും നമ്മുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുക്കാവുന്നതും പ്രായോഗിക രംഗത്തിൽ ചെയ്യിപ്പിക്കാവുന്നതുമായ സംഗതികളാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ ഈ പ്രാർത്ഥന എന്ന നിലക്കത് എഴുതി ഒട്ടിച്ചാൽ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് പോരുമ്പോ വാതിലിന്റെ ഈ ഭാഗത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയും വിശാലമായ രൂപത്തിൽ എഴുതി ഒട്ടിച്ചാൽ, ഇറങ്ങുന്ന അവസരത്തിൽ ഓർമ്മ ഉണ്ടെങ്കിലോ, അതല്ലാതെ ഇത് ഐക്കല്ല് നിലനിൽക്ക് എഴുതി വെക്കണമല്ല. അങ്ങനെയാണല്ലോ, നമ്മളാകെ ഒന്നും പഠിക്കാൻ വേണ്ടി എഴുതി വെക്കലില്ല. നമ്മളാകെ എഴുതി വെക്കൽ എന്താണ്? 4 കളം, 2 കള്ളി, 4 ഭാഗത്ത് ഓരോരുത്തരുടെ പേര്, 7 ആളെ പേര്, നടുക്കൊരു വട്ടം, അതിൽ ഖിത്മീർ. എന്താ ഖിത്മീർ തന്ന അൽക്കൗഫിന്റെ നായിയാണ്. അൽക്കൗഫിന്റെ നായ. കാരണം അവിടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 6 ആളും സബഅത്തുൻ വസാമിനും കൽബും, 8-ാമൻ 7 ആളും 8-ാമൻ നായയായിരുന്നു. അപ്പൊ നായന്റെ പേര് 7 ആളെ പേരിങ്ങനെ. അൽക്കൗഫിന്റെ ഔലിയാക്കന്മാര് 7 ആള്, ഇവര് വീട്ടിന്റെ കാവലാ, ഇവരാ വീട്ടിന്റെ കാവല്. നടുക്കലൊരു നായന്റെ പേര് ഖിത്മീർ നാണ്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരും പഠിപ്പിച്ചിട്ടില്ല. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വാതിലും എഴുതി ഒട്ടിക്കാനും പറഞ്ഞില്ല. ആളുകൾ ഇത് എഴുതി ഒട്ടിക്കുക, ഇല്ലെങ്കിൽ ബദരീങ്ങൾ പേരിനെ എഴുതി വെക്കുകയാണ്. ഇതാണ് വീട്ടിന്റെ കാവല്. വീട്ടിന്റെ കാവലും സംരക്ഷണമൊക്കെ ആ വീട്ടിൽ താമസിക്കുന്നവന്റെ അഖീദ, അവന്റെ വിശ്വാസമൊക്കെ അനുസരിച്ചാ. അള്ളാഹുടെ കാവല് വേണോ നിനക്ക്? അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ വേണോ? സംരക്ഷണം വേണോ? ഇറങ്ങുമ്പോ പറയേണ്ടത് പറഞ്ഞോ, കേറുമ്പോ പറയേണ്ടതും പറഞ്ഞോ. അതാ റസൂലുള്ളാഹി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്. അതല്ലാതെ ബദരീങ്ങൾ പേരിനെ എഴുതി വെക്കൂകിൽ ഇടമാകയില്ല കളവിന്നാതെന്നോവരേ. ബദരീങ്ങളെ പേരവിടെ എഴുതി വെച്ചാൽ പിന്നെ കളവിന് യാതൊരു സാധ്യതയില്ല എന്ന് പാടിപ്പുകയറ്റിയ മാലല്ലേ പണ്ടേ മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ കേട്ടത്. പിന്നെ ഇവരുണ്ടോ ഈ ദുആ ഓർമ്മ വരുന്നത്? അതിനത് വിചാരിക്കണം, അതവിടെ ഏൽപ്പിച്ച്, അത് അൽക്കൗഫിന്റെ പേരവിടെ എഴുതി ഒട്ടിച്ച്, ഇതിങ്ങേപ്പുറത്ത് ഏർവാടിന്റെ ഒരു ചിത്രം ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചാവോ കുശാലായി. ഇങ്ങേപ്പുറത്ത് പുത്തമ്പള്ളിയെ ജാറത്തിന്റെ ഒരു ഫോട്ടോ, അതിന്റെ അങ്ങേപ്പുറത്ത് പിന്നെ അജ്മീർ ഖാദിന്റെ ഇബ്രാഹിം മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ജാറത്തിന്റെ ഒരു ഫോട്ടോ, ഇങ്ങേ ഭാഗത്ത് നാഗൂർ വലിയുടെ ഒരു ഫോട്ടോ, ഇങ്ങനെ ഓരോന്നാട് വെച്ച് വീട് ഇങ്ങനെ ഭദ്രാണ്. ഇനി അവിടേക്ക് എന്താ ആര് കയറാനാ? കാരണം ബഹുമാനപ്പെട്ടവരല്ലേ ഇരിക്കണതൊക്കെ, അവരടക്കം ചെയ്തിട്ടുള്ള മഖ്ബറകളല്ലേ ഈ കാവലിരിക്കുന്നതൊക്കെ. ഇതുകൊണ്ടൊന്നും കാവലുണ്ടാവില്ല സുഹൃത്തുക്കളെ. കാവൽ വേണമെങ്കിൽ അഷ്റഫുല്ലക്ക് പഠിപ്പിച്ച വഴിയിലൂടെ പോണം. നബി പഠിപ്പിച്ചു, നിനക്ക് കാവൽ വേണോ, നിനക്ക് സംരക്ഷണം വേണോ, നിനക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ, അതിനെന്ത് വേണം? പടച്ചവന്റെ നാമത്തിൽ പറഞ്ഞു, അവനോട് തേടിക്കോ, അവനോട് സംരക്ഷണം തേടിക്കോ. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ അവനെ ഓർത്തുകൊണ്ട് കയറുകയും ഇറങ്ങുകയും ചെയ്തോളൂ. അവനാ കാവല്, അവർക്ക് ആ സംരക്ഷണം. അല്ലാത്തവർക്ക് സംരക്ഷണം ഇല്ല. അല്ലാത്തവർക്ക് സംരക്ഷണം ഉണ്ട് എന്ന് തോന്നിപ്പിക്കും ഇബ്ലീസ്. ഇതുണ്ടായതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ആകെ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ധാരണയാണ് ഇതിവിടെ ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ ആകെ. ഓരോരുത്തർക്ക് അങ്ങനെയല്ലേ, ഇതിപ്പോ എന്റെ പെട്ടിയിൽ ഇങ്ങനെ ഒരു തകിട് ഉണ്ടായതുകൊണ്ടല്ലേ സൂപ്പർ മാർക്കറ്റിലെ കച്ചവടം ഇങ്ങനെ ഉഷാറാവുന്നത്. ഗ്രോസറിയിൽ ഇപ്പൊ ആ ചുമരുമ്മൽ അതവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കക്കള്ളിയൊക്കെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തില് ഒരു പ്രയാസമില്ലാതെ കച്ചവടം ഇങ്ങനെ മുന്നോട്ട് പോകണം. അതുകൊണ്ടല്ലേ ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നിപ്പിക്കാം. ആ തോന്നിപ്പിക്കലൊക്കെ പടച്ചോനറിയാം. അതുകൊണ്ട് ആ കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ പറഞ്ഞോ, ദാ അള്ളാഹുവേ, ഞാനിതാ നിന്നോട് അവൻ ചോദിക്കുന്നു, എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. നിനക്കേ കഴിവുള്ളൂ, നിനക്കേ ശക്തിയുള്ളൂ. ഞാൻ പഴച്ചു പോകരുത്, എന്നെ പഴപ്പിക്കാൻ വല്ലവരും കയറി വരും. ഞാൻ അടിതെറ്റരുത്, എന്നെ അടിതെറ്റിപ്പിക്കരുത്. ഞാൻ ആർക്കും ദ്രോഹം ചെയ്യരുത്, എന്നെ ആരും ദ്രോഹിക്കരുത്. ഞാൻ അവിവേകത്തിൽപ്പെട്ടു പോകരുത്. ഞാനൊരാളോടും അവിവേകം കാണിക്കുകയും വരുത്. എന്തൊരു ഭംഗിയുള്ള, എന്തൊരു വിശാലമായ ആശയങ്ങളുള്ള പ്രാർത്ഥന. പക്ഷേ മാലോകർക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഏടുകളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഏട്ടിലുണ്ട്, നാട്ടിലില്ല. ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ,
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചര്യകളൊക്കെ ഓരോന്നിങ്ങനെ രാജ്യത്ത് നിന്ന് മറഞ്ഞു പോകുമ്പോൾ അതൊക്കെ ഈ സമുദായ മക്കളുടെ മുമ്പിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നവന് വമ്പിച്ച പ്രതിഫലമാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. മറഞ്ഞുപോയ സുന്നത്തുകളൊക്കെ പൊടിതട്ടി പുറത്തേക്ക് കൊണ്ടുവരിക. അതിനെന്താ മാർഗം? മരിച്ചുപോയത് വന്ന് ചെയ്യൂലല്ലോ. നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ നടപ്പാക്കുക, നമ്മുടെ കുട്ടികളൊക്കെ അത് പഠിപ്പിക്കുക, ഒരു ദൃഢനിശ്ചയം എടുക്കുക. ഇനി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദുആ പറഞ്ഞിട്ടേ ഇറങ്ങൂ. കാണാതെ പഠിക്കോളം ഞാൻ പറഞ്ഞ പണിയെടുക്കുക, വാതിലുമ്പോൾ ഏരി ഒട്ടിക്കാതെ നോക്കി പറഞ്ഞിറങ്ങുക. എന്നിട്ട് കയറുമ്പോഴോ നോക്കി പറയാ. കുറേ ആണ്ട് പറയുമ്പോൾ പിന്നെ കടലാസ് വേണ്ടി വരില്ല. നിങ്ങൾക്ക് സ്വന്തമായി പറയാം, സ്വന്തമായി ഇറങ്ങാം, അവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോഴും സ്വന്തമായി പറയാം. ആവശ്യമല്ലേ? ആവശ്യമാണ്. എന്തിനാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ, നിങ്ങൾക്ക് റഹ്മത്ത് വേണോ? നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള റഹ്മത്ത് കിട്ടണോ? അള്ളാഹുവിനെ അനുസരിച്ചോ, റസൂലുള്ളാഹിനെ അനുസരിച്ചോ. ഇത് റബ്ബ് നമ്മളോട് പറഞ്ഞതാണ്. ആ വഴി അത് മാത്രമേ നേരുള്ളൂ. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. അതല്ലാതെ ഒരുപാട് വഴികളിലേക്ക് ഇബിലീസ് വലയിരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ആകർഷകമാണ് എന്ന് ഓരോ ഇബിലീസിന്റെ വഴിക്കും പബ്ലിസിറ്റി നൽകാൻ വേണ്ടി ചില നേതാക്കന്മാരുണ്ട്. അവിടേക്കൊന്നും ശ്രദ്ധ കൊടുക്കണ്ട. റസൂല് നമുക്ക് നിശ്ചയിച്ചതാണ് ആ നേരിന്റെ പാത. ആ നേരിന്റെ പാതയിൽ പഠിപ്പിച്ച നേരിന്റെ പ്രാർത്ഥനകളുണ്ട്. അതേ നമുക്ക് വേണ്ടൂ. അതിലൊക്കെ ഇപ്പൊ എത്ര ദുആകൾ നമ്മൾ വിശദീകരിച്ചു സുഹൃത്തുക്കളെ ഇതുവരെയായി. ഇനി എത്രയോ വിശദീകരിക്കാൻ കിടക്കുന്നു. ഒന്നാവർത്തിച്ച് പറയട്ടെ, ഒരൊറ്റ ദുആയിൽ അള്ളാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥനയില്ല. മറ്റുള്ളവരുടെ ബഖ്ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന പോലും ഇല്ല. എന്താ മുസ്ലിമീങ്ങളെ, എന്താ സുഹൃത്തുക്കളെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഒരു കൂട്ടം ആളുകൾ ഇന്നും പറയുന്നുവെന്ത്? നേർക്ക് നേരെ റബ്ബിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തരം കിട്ടാൻ നല്ലത് മഹാത്മാക്കളോട് പറയലാണ്. അവർ എഴുതുന്നു പേജുകളിലൂടെ, പ്രസംഗിക്കുന്നു സ്റ്റേജുകളിലൂടെ, സംവദിക്കുന്നു സംവാദ സ്റ്റേജുകളിലൂടെ, അതവർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ റബ്ബ് മതി. അതാ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ പറയാനും പ്രാർത്ഥിക്കാനും ചൊല്ലാനും ഒരുപാട് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഒരിടത്തു പോലും റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനയോ അതിന്റെ ഒരു അംശം പോലുമോ കാണാൻ സാധ്യമല്ല. ബുദ്ധിയുള്ളവർക്ക് ഇതുപോലെ ഇതാണ് നേരിന്റെ പാത എന്ന് മനസ്സിലാക്കാൻ. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഏറ്റവും ഉത്തമമായ കാര്യം അള്ളാഹുവോട് നേർക്കുനേരെ പറയൽ. അല്ലെങ്കിൽ പിന്നെ ഈ വക സംഗതികളിലൊക്കെ അതല്ലേ റസൂലിനെ പഠിപ്പിച്ചു തരേണ്ടത്. പക്ഷെ ഒറ്റ പ്രാർത്ഥനയിലും അള്ളാഹുവോട് നേർക്കുനേരെ അല്ലാതൊട്ടില്ലതാണ്. അതിൽ നിന്ന് പഠിച്ചു വെച്ചോ. റബ്ബിനോടല്ലാതെയുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ ഈ ആളുകൾ പറയട്ടെ, എന്ത് ഇസ്ലാമിൽ ഒരുപാട് അവസരങ്ങളിൽ പ്രാർത്ഥന ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറക്കറയിലേക്ക് ഉറങ്ങുന്നതിന്റെ മുമ്പ് വരെ ചൊല്ലേണ്ട നിരന്തരം പ്രാർത്ഥനകൾ അഷ്റഫുൽ പഠിപ്പിച്ചു. നമുക്ക് പറയാൻ സാധിക്കും ഓരോ അവസരങ്ങളിലും ഇന്നത് പറയണം എന്നിങ്ങനെ എണ്ണാൻ പറ്റും. എന്നാ മറുപക്ഷത്തിന് പറയാൻ കഴിയുമോ? എന്ത് ഇന്ന അവസരത്തിൽ മൊയ്തീശേഖിനോടാ പറയേണ്ടത്, അത് അമ്പർത്ത് തങ്ങളോടാ പറയേണ്ടത്, അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും വ്യക്തികളോടാ പറയേണ്ടതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന ഒരൊറ്റ ഹദീസുണ്ടോ? ഇല്ല. എല്ലാം അല്ലാഹുവിനോട്. എത്ര ലളിതമായ സത്യാന്നറിയോ? ആ സത്യം നമ്മുടെ മനസ്സുകളിൽ എന്നും നിലനിൽക്കാൻ ആവശ്യമായ നമ്മുടെ വിശ്വാസദാർഢ്യതയാണ് ഈ ആവർത്തിച്ച് പറയിപ്പിക്കുന്നത് ഓരോ പ്രാർത്ഥനകളിൽ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 3 പ്രാർത്ഥനകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 നല്ല 4 എണ്ണമുണ്ട്. ഒന്ന്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന്. രണ്ടാമതായി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. മൂന്നാമതായി പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്പെഷ്യലായി അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സമഇ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ اللهم إني أسألك خير المولج وخير المخرج بسم الله ولدنا وبسم الله خرجنا وعلى الله ربنا توكلنا പറയുകയും സലാം പറയുകയും ചെയ്യുക.
പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടത് ഇങ്ങനെയാണ്. അതിനപ്പുറം ആര് പഠിപ്പിച്ചാലും അതെല്ലാം അനിസ്ലാമികമാണ്. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മാർഗം മാത്രമാണ് ശരി. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും ഖൈറായത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച ചര്യയാണ്. വശറൽ ഉമൂരി മുഹദ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും നികൃഷ്ടവും ചീത്തയുമായത് പുത്തൻ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ്. അതിനാൽ അത്തരം ആചാരങ്ങളെ വെടിയുക, ഇസ്ലാമിക ആചാരങ്ങളെ മുറുകെ പിടിക്കുക. സർവശക്തനായ അള്ളാഹു ഈ രൂപത്തിലുള്ള ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മുടെ പരലോകത്തെ സുഖസമ്പൂർണമാക്കി തീർക്കുവാൻ, ഈ ലോക ജീവിതവും സമാധാനപൂർണ്ണമാക്കി തീർക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും നമ്മുടെ പ്രവൃത്തികളിലും അവൻ ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം നമുക്ക് അല്ലാഹു വിധിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم توفنا مسلمين والحقنا بالصالحين الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.